രാകേഷിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ SP ഷാഹുൽ ഹമീദ് ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ഷാഹുൽ ഹമീദ്, എന്താണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ? പ്രാഥമികമായിട്ട് വൃദ്ധ ദമ്പതികളാണ് കൊല്ലപ്പെട്ടത്. വീട്ടിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇയാളുടെ മകൻ നേരത്തെ മരണപ്പെട്ടതാണ് 2018. മകള് വിദേശത്താണുള്ളത്. അപ്പൊ നമുക്ക് ഒരു പ്രതിയെ കുറിച്ചിട്ടുള്ള ഒരു സൂചന ലഭ്യമായിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സൈബർ സെല്ലും വ്യത്യസ്ത ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ടീമുകൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്രതിക്ക് മുൻ വൈരാഗ്യം തോന്നി ഈ രീതിയിൽ, അതായത് കൊലപ്പെടുത്തുക എന്നിട്ട് മുഖം വികൃതമാക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ നിങ്ങൾക്ക് സംശയിക്കുന്ന പ്രതിക്ക് അങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടാകുന്ന രീതിയിലുണ്ടോ? നേരത്തെ ഇയാളുടെ പരാതിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റീറ്റാലിയേഷൻ ആണോ എന്നാണ് നമ്മളിപ്പോ സംശയിക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരാൾ മാത്രം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ചില സൂചനകൾ ലഭ്യമാകുന്നത്. അങ്ങനെയാണ്, പക്ഷെ സ്ഥിരീകരിക്കാറായിട്ടില്ല. കാരണം പ്രതികളുണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ അദ്ദേഹത്തിന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. സ്വന്തം നിലയ്ക്ക് അദ്ദേഹം ഒരു അന്വേഷണമൊക്കെ നടത്തി. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ്? അത് നമ്മൾ അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തിരുന്നത്. പിന്നീട് ആ കേസ് CBIക്ക് കൈമാറിയിട്ടുണ്ട്. ഇവര് ഈ അറിയാവുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കണം വരിക. കാരണം അവിടെ മോഷണ ശ്രമം വാതിലൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല, മറ്റു സ്വർണമോ ഒന്നും പോയിട്ടുമില്ല. അപ്പോൾ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം എന്ന നിലയിലേക്കാണോ നമുക്ക് ഈ പ്രാഥമികമായി ലഭ്യമാകുന്ന കാര്യങ്ങൾ? അതെ, കൂടുതൽ അന്വേഷണം നടത്തണം. നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കൂടുതൽ പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി വിവരങ്ങളും കൃത്യമായിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. നന്ദി. ശരി, ഷാഹുൽ ഹമീദ്. ഈ സമയത്ത് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ പോലീസിനാണെങ്കിലും ലഭിച്ചിട്ടുള്ളൂ. ഈ സമയത്ത് അദ്ദേഹം ഇതിനെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യത വരുത്തിയതിന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. കസ്റ്റഡിയിൽ ഒരു വ്യക്തിയുണ്ട്, അസം സ്വദേശിയായ ഒരു വ്യക്തി കസ്റ്റഡിയിൽ ഉണ്ട്. അപ്പോൾ തീർച്ചയായും അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട്, മൊബൈൽ മോഷണ കേസുമായി ബന്ധപ്പെട്ട് പരാതി ഈ വ്യക്തിയുടെ മരിച്ച ആളുടേതായി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരാതിയിന്മേൽ പോലീസ് അന്വേഷണമൊക്കെ നടത്തുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് ഈ അമിത് എന്ന വ്യക്തി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ എവിടെ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത്, ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ, മറ്റെന്തെങ്കിലും പുതിയ സംശയങ്ങൾക്ക് ഇട നൽകുന്ന രീതിയിൽ സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ഉടനടി അറിയാൻ കഴിയും. ഉടനടി ഒരു ലീഡിലേക്ക് കൃത്യമായി എത്താൻ കഴിയുമെന്നാണ് കോട്ടയം SP നമ്മോട് നൽകിയ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ.